ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വിജയകൃഷ്ണ ജ്വല്ലറി പുനലൂർ, പവിത്രം ജ്വല്ലറി പുനലൂർ, പാലിത്ര ഫാഷൻ ജ്വല്ലറി പുനലൂർ, തോട്ടുകടവിൽ പുനലൂർ, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ. ദേവ സ്റ്റാർ ഹോംസ് കെട്ടിട നിർമ്മാണം സ്വപ്ന സമാനമാക്കുവാൻ ദേവ സ്റ്റാർ ഹോംസിൽ വശ്യചാരുതയാർന്ന വർണ്ണവിസ്മയം ഒരുക്കിയിരിക്കുന്നു. മോഡുലാർ കിച്ചൺ, പ്ലംബിംഗ്, ടൈൽസ്, സാനിറ്ററി, പെയിന്റ്, ഫർണിച്ചർ, ഗ്രാനൈറ്റ്, സിമെന്റ്, CP ഫാൻസി ഐറ്റംസ്. ദേവ സ്റ്റാർ ഹോംസ് പുനലൂർ. പുഷ്പഗിരിയിൽ സെൻട്രൽ സ്കൂൾ, ഇടമൺ 34. മാനേജ് ബൈ പുഷ്പഗിരിയിൽ എഡ്യൂക്കേഷൻ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ്. Qualified teachers, well-equipped library and labs, smart class, kids section and extracurricular activities. My name is Stephen. I want to be a pilot. I want to be an IAS officer. Hi, my name is Darshana. I want to be a doctor. I want to be a professor. I want to be a chartered accountant. Hi, I want to be a teacher. Pushpagiril Central School, Idaman 34. Managed by Pushpagiril Education and Charitable Trust. Ayushri Ayurveda Hospital and Panchakarma College. സോറിയാസിസ്, എക്സിമ, മറ്റ് അലർജി രോഗങ്ങൾ എന്നിവയ്ക്ക് ഫലപ്രദമായ ചികിത്സ. വർഷങ്ങളായി ദുബൈയിലായിരുന്നു ജോലി. അവിടെ വെച്ച് സോറിയാസിസ് എന്ന അസുഖം പിടിപെട്ടു. 4 വർഷം ഇംഗ്ലീഷ് ചികിത്സയായിരുന്നു. മാറാതെ വന്നപ്പോൾ നേരെ ഞാൻ കേരളത്തിൽ വന്നു. പത്തനാപുരത്തുള്ള ഒരു ഡോക്ടർ, ശ്രീല എന്ന് പറയുന്ന ഡോക്ടർ ഉണ്ടെന്നറിയാം. ആ ഡോക്ടറിലേക്ക് പോയി കാണിക്കുക. ഡോക്ടർ അസുഖം മാറ്റിത്തരാമെന്ന് പറയുകയും അങ്ങനെ ഈ ഡോക്ടർ 2 മാസത്തെ ചികിത്സ കൊണ്ട് എൻ്റെ അസുഖം മാറുകയും തിരിച്ച് ഞാൻ ദുബൈയിൽ പോവുകയും ചെയ്തു. ആയുശ്രീ ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് പഞ്ചകർമ്മ കോളേജ്, വ്യാപാര ഭവൻ, ടൗൺ, മുസ്ലിം പള്ളിക്ക് സമീപം, പത്തനാപുരം. സുവർണാവസരം BIS ഹോൾമാർക്ക് ആഭരണങ്ങൾ ഏറ്റവും ആദായകരമായി സ്വന്തമാക്കാൻ സുവർണാവസരം. പുനലൂർ ഇടിമണിക്കൽ ജ്വല്ലറിയിൽ ഗ്രാമിന് 100 രൂപ വിലക്കുറവ് നൽകുന്നു. ഏറ്റവും ഫാഷനബിൾ ആഭരണങ്ങൾ അണിഞ്ഞ് മിന്നിത്തിളങ്ങാൻ സുവർണാവസരം. കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ വില വ്യത്യാസമില്ലാതെ ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറിലൂടെ ഇടിമണിക്കൽ ജ്വല്ലറിയുടെ BIS 916 ഹോൾമാർക്ക് സ്വർണവുമായി മാറ്റിവാങ്ങാം. പുനലൂർ ഇടിമണിക്കൽ ജ്വല്ലറിയിൽ ഗ്രാമിന് 100 രൂപ വിലക്കുറവ് നൽകുന്നു. ഈ ഓഫർ മെയ് 15 വരെ മാത്രം. ഏവർക്കും സ്വാഗതം. സ്വർണം വാങ്ങുന്നെങ്കിൽ ഇടിമണിക്കൽ സ്വർണം തന്നെ വാങ്ങൂ, അതാ ബുദ്ധി. ഇടിമണിക്കൽ ഫാഷൻ ജ്വല്ലറി, പുനലൂർ, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം, മുക്കൂട്ടുതറ, ചിറ്റാർ, റാന്നി. വസ്ത്രവൈവിധ്യത്തിന്റെ പുതുപുത്തൻ കളക്ഷനുമായി 14,000 സ്ക്വയർ ഫീറ്റിലേക്ക് പുനലൂർ രാധാസിന്റെ നവീകരിച്ച ഷോറൂം. DH ഓട്ടോ, MCR, സീറോ, ലൂയിസ് ഫിലിപ്പ്, പീറ്റർ ഇംഗ്ലണ്ട്, വാൻ ഹുസൈൻ തുടങ്ങി എല്ലാവിധ ബ്രാൻഡഡ് മെൻസ് വെയറുകളുടെയും വിപുലമായ ശേഖരം. ചുരിദാറുകൾ, ലാച്ച, ഗൌണുകൾ, കിഡ്സ് വെയർ എന്നിവയ്ക്കായി വിശാലമായ പുതിയ ഷോറൂം. വൈവിധ്യമാർന്ന ദുപ്പട്ടകൾക്കായി പ്രത്യേക വിഭാഗം. വിവാഹ പാർട്ടികൾക്കായി പുതുപുത്തൻ കളക്ഷനും പ്രത്യേക സെക്ഷനും. നിങ്ങളുടെ വസ്ത്ര സങ്കല്പങ്ങൾക്ക് പൂർണ്ണത നൽകുവാൻ പുനലൂർ രാധാസ്, ചൌക്ക റോഡ്, പുനലൂർ. ഫോൺ 0475 222 8650. നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ ബിജിത് കുമാർ. പ്രധാന വാർത്ത. KSRTC ജീവനക്കാരുടെ സമരത്തെ തുടർന്ന് സർവീസുകൾ നിലച്ചു. പുനലൂരിൽ നിന്ന് ചൊവ്വാഴ്ച നടത്തിയത് 2 സർവീസുകൾ. കുളത്തൂപ്പുഴ സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പ് മെയ് 14-ന്. വിജയപ്രതീക്ഷയിൽ മുന്നണികൾ.
തെന്മല റെയിൽവേ സ്റ്റേഷൻ കെട്ടിടത്തോട് അവഗണനയെന്ന് പരാതി. ടൂറിസം മേഖലയെന്ന പരിഗണനയും നൽകുന്നില്ല. വാർത്തകൾ വിശദമായി. ജീവനക്കാരുടെ സമരത്തെ തുടർന്ന് കിഴക്കൻ മേഖലയിൽ KSRTC സർവീസുകൾ ചൊവ്വാഴ്ച നിലച്ചു. നൂറുകണക്കിന് യാത്രക്കാരാണ് സമരം മൂലം വലഞ്ഞത്. പുനലൂർ KSRTC ഡിപ്പോയിൽ നിന്നും 2 സർവീസുകൾ മാത്രമാണ് ചൊവ്വാഴ്ച നടന്നത്. ചൊവ്വാഴ്ച പുനലൂർ ഡിപ്പോയിൽ നിന്ന് 2 സർവീസ് മാത്രമാണ് നടന്നത്. ഒരു തെങ്കാശി സർവീസും അടൂർ സർവീസും മാത്രമാണ് ഇവിടെ നിന്ന് ഓപ്പറേറ്റ് ചെയ്തത്. പത്തനാപുരം ഡിപ്പോയിൽ നിന്ന് ബസ്സുകൾ സർവീസ് നടത്തിയില്ല. KSRTC ജീവനക്കാരുടെ സമരം മൂലം കിഴക്കൻ മേഖലയിൽ യാത്രാക്ലേശവും രൂക്ഷമായി. സമരത്തിന് എല്ലാ വിഭാഗം ജീവനക്കാരുടെയും പിന്തുണ ഉണ്ടായിരുന്നു. ഡബിൾ ഡ്യൂട്ടി വെട്ടിക്കുറയ്ക്കാനുള്ള KSRTC അധികൃതരുടെ തീരുമാനമാണ് തൊഴിലാളികളെ സമരത്തിലേക്ക് നയിച്ചത്. KSRTC മാനേജ്മെന്റിനെതിരെ ഡിപ്പോകളിൽ യൂണിയനുകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും സംഘടിപ്പിച്ചു. മെക്കാനിക് വിഭാഗമാണ് സമരം പ്രഖ്യാപിച്ചതെങ്കിലും മറ്റു ജീവനക്കാർ കൂടി പിന്തുണ പ്രഖ്യാപിച്ചതോടെ സർവീസുകൾ നിലയ്ക്കുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. മഴക്കാല പൂർവ്വ ശുചീകരണവും പുനലൂർ നഗരസഭ പുതുതായി നടപ്പിലാക്കുന്ന മാലിന്യ നിയന്ത്രണ പരിപാടിയുടെ വകുപ്പ് തല ആലോചനായോഗവും പുനലൂർ നഗരസഭ കൌൺസിൽ ഹാളിൽ നടന്നു. ആലോചനായോഗം നഗരസഭാ ചെയർമാൻ MA രാജഗോപാൽ ഉദ്ഘാടനം ചെയ്തു. യോഗം നഗരസഭാ ചെയർമാൻ MA രാജഗോപാൽ ഉദ്ഘാടനം ചെയ്തു. വളരെ വിപുലമായ ഒരു ബോധവൽക്കരണ ക്യാമ്പയിനാണ്. ഈ ബോധവൽക്കരണ ക്യാമ്പയിനിൽ 2 കാര്യങ്ങൾ കൂടിയാണ് നമ്മൾ പ്രധാനമായി ലക്ഷ്യമിടുന്നത്. ഒന്ന്, നഗരസഭ നേരത്തെ പ്രഖ്യാപിച്ചു വന്നിരുന്ന മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട അജൈവ മാലിന്യങ്ങൾ തരംതിരിച്ച് ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അജൈവ മാലിന്യ കളക്ഷൻ സെന്ററുകൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും സ്ഥാപിക്കാം. ഇപ്പൊ കൗൺസിൽ കൂടി ആദ്യം ഏതൊക്കെ ടൗണിലും ഏതൊക്കെ വാർഡുകളിലും നിന്ന് തീരുമാനമെടുത്താൽ ഒരു 2 ആഴ്ചക്കകം അജൈവ മാലിന്യ കളക്ഷൻ സെന്ററുകൾ നമ്മൾ സ്ഥാപിക്കും. അപ്പോൾ സ്വാഭാവികമായും ജൈവ മാലിന്യങ്ങൾ 5000 വീടുകളിലാണ് നമ്മൾ യഥാർത്ഥത്തിൽ ജൈവ മാലിന്യങ്ങൾ വളമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പൈപ്പ് കമ്പോസ്റ്റുകൾ സ്ഥാപിച്ചിട്ടുള്ളത്. രോഗപ്രതിരോധ പരിപാടികളെ കുറിച്ച് വിശദമായ ചർച്ചകളും നടന്നു. ഡെപ്യൂട്ടി DMO ഡോക്ടർ മണികണ്ഠൻ, താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷാഹിർ ഷാ, ജില്ലാ മലേറിയ ഓഫീസർ സുരേഷ്, നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ആലോചനാ യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്തിന് പുതിയ ആസ്ഥാന മന്ദിരം ഒരുങ്ങുന്നു. 3,20,00,000 രൂപ ചെലവഴിച്ചാണ് 12,500 സ്ക്വയർ ഫീറ്റിൽ പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. നിലവിലെ ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിനോട് ചേർന്ന് തന്നെയാണ് പുതിയ ബഹുനില കെട്ടിടം നിർമ്മിക്കുന്നത്. 3,20,00,000 രൂപ ചെലവഴിച്ച് 3 നിലകളിലായാണ് പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം. 1,500 സ്ക്വയർ ഫീറ്റ് വലിപ്പമുള്ള കെട്ടിടത്തിൽ കോൺഫറൻസ് ഹാൾ, ഷോപ്പിംഗ് കോംപ്ലക്സ്, ഓഫീസ് സമുച്ചയം എന്നിവയാണ് ഉണ്ടാകുന്നത്. 4 മാസം മുമ്പാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. 1.5 വർഷത്തിനുള്ളിൽ തന്നെ പണികൾ പൂർത്തീകരിച്ച് പുതിയ കെട്ടിടം പ്രവർത്തനം ആരംഭിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S. നളിനിയമ്മയും വൈസ് പ്രസിഡന്റ് സാബു ഇബ്രഹാമും അറിയിച്ചു. അത് കുളത്തൂപ്പുഴ കൊല്ലം ജില്ലയിലേക്ക് ഒരു വലിയ പഞ്ചായത്താണ്, വിസ്തൃതിയിൽ വലിയൊരു പഞ്ചായത്താണ്. അപ്പം അതിന് വേണ്ടുന്ന സൗകര്യങ്ങൾ ഇത് ഇപ്പോൾ ഇരിക്കുന്ന കെട്ടിടത്തിനകത്ത് സൗകര്യങ്ങൾ കുറവായതിനെ കൊണ്ട് പഞ്ചായത്ത് നമ്മളെ പഞ്ചായത്ത് അംഗങ്ങൾ മുഴുവൻ സമിതി അംഗങ്ങൾ എല്ലാവരും നാട്ടുകാരും എല്ലാവരുടെയും കൂടെ ഒരു ശ്രമത്തിന്റെ ഫലമായിട്ടാണ് ഇത്രയും നല്ലൊരു കെട്ടിടം, ഇത്രയും നല്ലൊരു ബഹുനില കെട്ടിടം, മനോഹരമായൊരു ബഹുനില കെട്ടിടം ഇവിടെ പണിയാൻ തുടങ്ങിയത്. പഞ്ചായത്തിന്റെ ഈ 2016-17 സാമ്പത്തിക വർഷത്തിൽ 3 കോടി രൂപ വകയിരുത്തിക്കൊണ്ട് നിർമ്മാണം ആരംഭിച്ചിരിക്കുന്ന ഓഫീസ് കോംപ്ലക്സ് ഷോപ്പിംഗ് സെന്റർ എന്ന നിലയിലാണ് കെട്ടിടം പണി ആരംഭിച്ചിട്ടുള്ളത്. ഇത് പന്തളത്തുള്ളൊരു കോൺട്രാക്ടർ ടെൻഡർ എടുത്തിട്ടുണ്ട്. 11% ബിലോയിലാണ് ടെൻഡർ എടുത്തിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ. പുതുതായി നിർമ്മിച്ച അഞ്ചൽ സർവീസ് സഹകരണ ബാങ്കിന്റെ ഹെഡ് ഓഫീസ് മന്ദിരം സഹകരണ വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ വനംവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് K. രാജു അധ്യക്ഷനായി. അഞ്ചലിൽ പുതുതായി പണികഴിപ്പിച്ച അഞ്ചൽ സർവീസ് സഹകരണ ബാങ്കിന്റെ ഉദ്ഘാടനം സഹകരണ വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സഹകരണ മേഖലയിൽ ആധുനികത ഒച്ചിഴയുന്ന വേഗതയിലായിരുന്നു നമ്മുടെ സംസ്ഥാനത്ത് സഹകരണ മേഖലയിൽ ഉണ്ടായിരുന്നതെങ്കിലും ഇത് യാഥാസ്ഥിക മനോഭാവത്തോടെ ഇതിനെ സമീപിച്ചതുകൊണ്ടാണെന്നും മന്ത്രി പറഞ്ഞു. ആധുനികത ഒച്ചിഴയുന്ന വേഗത്തിലാണ് നമ്മുടെ സംസ്ഥാനത്ത് സഹകരണ മേഖലയിലെന്നാണ്. അടിസ്ഥാന സൗകര്യങ്ങൾ സഹകരണ സംഘങ്ങളിൽ ക്രമപ്പെടുത്തുന്ന കാര്യത്തിൽ, ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഒരു യാഥാസ്ഥിതിക മനോഭാവം പലപ്പോഴും കഴിഞ്ഞ കാലത്ത് നമ്മുടെ സഹകരണ പ്രസ്ഥാനത്തിന് സംഘങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുത്ത ആളുകൾക്ക് സ്വീകരിച്ചിട്ടുണ്ട്. അത് ബോധപൂർവമല്ല. അവരുടെ മനസ്സതാണ്. അവരുടെ മനസ്സതാണെന്ന് പറഞ്ഞാൽ
ഒരു നയാ പൈസ പോലും അനാവശ്യമായിട്ട് ചെലവഴിക്കാൻ വേണ്ടി പാടില്ല. കേരളത്തിലെ സഹകരണ മേഖല രാജ്യത്തിന് മാതൃകയാണെന്നും ഇന്ത്യയിലെ സഹകരണ നിക്ഷേപത്തിന്റെ 50% കേരളത്തിലാണെന്നും മന്ത്രി പറഞ്ഞു. എല്ലാ ആധുനിക സംവിധാനങ്ങളോടെയാണ് പുതിയ കെട്ടിടത്തിൽ സഹകരണ ബാങ്ക് പ്രവർത്തിക്കുന്നത്. ഏകദേശം 2 കോടി രൂപയാണ് ബാങ്കിന്റെ നിർമ്മാണത്തിനായി ചെലവഴിച്ചത്. പ്രായമായവർക്ക് സുഗമമായ ബാങ്കിംഗ് പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് ലിഫ്റ്റ് അടക്കമുള്ള സംവിധാനങ്ങൾ ബാങ്കിൽ പ്രവർത്തിക്കുന്നു. ചടങ്ങിൽ വനം വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജു അധ്യക്ഷനായിരുന്നു. കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ എസ് ജയമോഹൻ, അഞ്ചൽ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എസ് ബൈജു, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജു സുരേഷ്, സ്പിന്നിംഗ് മിൽ ചെയർമാൻ ജോർജ് മാത്യു, ജില്ലാ സഹകരണ ബാങ്ക് മുൻ പ്രസിഡന്റ് കെ സി രാജൻ, ജോയിന്റ് രജിസ്ട്രാർ എ എസ് ഷീജ ബിബി, ജോയിന്റ് ഡയറക്ടർ പി പി ജോർജ്, അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജാ ചന്ദ്രബാബു, വൈസ് പ്രസിഡന്റ് വി വൈ വർഗീസ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഗിരിജ മുരളി, അലയമൺ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹംസ തുടങ്ങിയവർ സംസാരിച്ചു. ലൈവ് വാർത്ത അഞ്ചൽ. കുളത്തൂപ്പുഴ പോലീസ് സ്റ്റേഷനിൽ SI ഇല്ലാതായിട്ട് 10 ദിവസത്തിലേറെയായി. SIയുടെ അഭാവം പരാതിയുമായി സ്റ്റേഷനിലെത്തുന്ന സാധാരണക്കാർക്ക് ഏറെ ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കുന്നത്. കഴിഞ്ഞ 22-നാണ് സ്റ്റേഷനിൽ നിലവിലുണ്ടായിരുന്ന SI സ്ഥലം മാറിപ്പോയത്. എന്നാൽ പകരം ഇതുവരെയും നിയമനം നടന്നിട്ടില്ല. അഡീഷണൽ SIയുടെ ചാർജുള്ള ഉദ്യോഗസ്ഥനാണ് ഇപ്പോൾ SIയുടെ ചുമതല കൂടി നിർവഹിക്കുന്നത്. സ്റ്റേഷനിൽ പരാതിയുമായി എത്തുന്ന സാധാരണക്കാരെ SIയുടെ അഭാവം ഏറെ ദുരിതത്തിലാക്കുന്നു. തോട്ടം മേഖലയും തൊഴിലാളി മേഖലയും ഉൾപ്പെടുന്ന പ്രദേശമാണ് കുളത്തൂപ്പുഴ. കുളത്തൂപ്പുഴയിൽ CI ഓഫീസ് പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും സ്റ്റേഷനിൽ പ്രിൻസിപ്പൽ SI ഇല്ലാത്തത് ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. പെട്രോളിംഗ് ഉൾപ്പെടെയുള്ള ജോലികൾക്ക് നേതൃത്വം നൽകുന്ന SIയുടെ അഭാവം ഉടൻ പരിഹരിക്കണമെന്ന ആവശ്യവും ശക്തമാകുന്നു. ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ. ഗ്രാമവിശുദ്ധിയുടെ നിറവിൽ തെളിനീര് പോലൊരു വിദ്യാലയം, ശാന്തിനികേതൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, ഇടമൺ. ഈ നാടിന്റെ ഇന്നത്തെ തലമുറയുടെ രാജശില്പി. സഹപ്രൗഢിയോടെ വിദ്യ വിളമ്പുന്ന ഇടമൺ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സഹോദര സ്ഥാപനം ശാന്തിനികേതൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, ഇടമൺ. ഇടമണ്ണിന്റെ പുതുനാമ്പുകൾക്ക് ജ്ഞാനസ്നാനം ചെയ്യാൻ, ഉൾക്കണ്ണിൽ വെളിച്ചം നിറയ്ക്കാൻ കല്ലടയാറിന്റെ തീരത്തൊരു അക്ഷരക്ഷേത്രം ശാന്തിനികേതൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. ശാന്തിനികേതന്റെ ശാന്തിയും അനന്തമായ അറിവിന്റെ സ്ഫുലിംഗങ്ങളും അമ്മയുടെ ലാളനയും കരുതലും എല്ലാം ഇവിടെ സമന്വയിക്കുന്നു ശാന്തിനികേതൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. ഈടും ഉറപ്പുമുള്ള കെട്ടിടങ്ങൾ, ഇല്ലായ്മകളുമായി സമരസപ്പെടുന്ന ഫീസ് ഘടന, വൈജ്ഞാനികവും സഹവൈജ്ഞാനികവുമായ ശേഷികൾ കണ്ടെത്തി വളർത്താൻ പോരുന്ന അരങ്ങും അണിയറയും, മാറുന്ന സാമൂഹിക സാഹചര്യങ്ങൾക്ക് അനുപൂരകമായ പഠനാബോധന രീതി, അനുഭവം കൊണ്ടും അറിവുകൊണ്ടും അർപ്പണം കൊണ്ടും ധന്യരായ അധ്യാപകർ, പൂന്തോട്ടവും പൂക്കാലവും തോൽക്കുന്ന അന്തരീക്ഷം ഒക്കെയും ഒരേ സ്വരത്തിൽ ഉറപ്പുതരുന്നു. ഈ നാടിന്റെ മക്കൾ ഇവിടെ സുരക്ഷിതരാണ്. ഇതാണ് നിങ്ങളുടെ അക്ഷരവീട്. ഇവിടമാണ് നിങ്ങളുടെ കുസൃതികൾ വിരിയും കൂട്. ശാന്തിനികേതൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, ഇടമൺ. ഫോൺ 0475233515. ഗ്രാമവിശുദ്ധിയുടെ നിറവിൽ തെളിനീര് പോലൊരു വിദ്യാലയം, ശാന്തിനികേതൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. പവിത്രമായ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാകുന്നത് സ്വപ്നം കാണാത്തവരാരുണ്ട്? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ഏവർക്കും സ്വാഗതം. പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ. എടാ, നിന്നെപ്പോലെ ചെറുപ്പത്തിൽ തുടങ്ങിയതായി എനിക്കും ഡയബറ്റീസ്. എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും വീണ്ടെടുത്തു തന്നത് നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ അല്ലേ? കാറ്ററാക്ട്, ഗ്ലൂക്കോമ ആൻഡ് ഡയബറ്റിക് ഐ കെയർ സെന്റർ. തോട്ടുകടവിൽ ട്രേഡേഴ്സ്, MLA റോഡ്, പുനലൂർ. പ്യാരിവെയർ, സാൻസീറ, ജോൺസൺ, ലെഡ് തുടങ്ങിയ കമ്പനികളുടെ സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ്, വിവിധയിനം ഫാൻസി ലൈറ്റുകൾ, പാനസോണിക് AC-യുടെ അംഗീകൃത ഡീലർ, കിച്ചൺ കബോർഡ് ആക്സസറീസ്. തോട്ടുകടവിൽ ട്രേഡേഴ്സ്, MLA റോഡ്, പുനലൂർ. ഫോൺ 0475221205. വൈറ്റ് പേൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ, മെയിൻ റോഡ്, പുനലൂർ. സാരി, ചുരിദാർ മെറ്റീരിയൽസ്, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, പാർട്ടി വെയർ തുടങ്ങി ക്വാളിറ്റി ടെക്സ്റ്റൈൽസ് ഉൽപ്പന്നങ്ങൾ. വൈറ്റ് പേൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ, മെയിൻ റോഡ്, പുനലൂർ. കുളത്തൂപ്പുഴ സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പ് ഈ മാസം 14-ന് നടക്കും. 100% വിജയപ്രതീക്ഷയിലാണ് മുന്നണികൾ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഈ മാസം 14-നാണ് കുളത്തൂപ്പുഴ സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പ്. കഴിഞ്ഞ 33 വർഷമായി LDF നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ് ബാങ്കിന്റെ ഭരണം കൈയാളുന്നത്. 23,000 വോട്ടർമാരുള്ള കുളത്തൂപ്പുഴ സർവീസ് സഹകരണ ബാങ്കിൽ LDF-ഉം UDF-ഉം ഇക്കുറി NDA-യും മത്സരരംഗത്തുണ്ട്. പട്ടികജാതി സംവരണ വിഭാഗത്തിൽ മാത്രമാണ് NDA സ്ഥാനാർത്ഥിയെ നിർത്താതെയുള്ളത്. LDF-ന്റെ സീറ്റ് നില ഇങ്ങനെ:
CPI 5, CPM 7, CPM സ്വതന്ത്രൻ 1 എന്നിങ്ങനെ ആകെ 13 സ്ഥാനാർത്ഥികളാണ് ഉണ്ടാവുക. കഴിഞ്ഞ 10 വർഷമായി പ്രസിഡന്റ് സ്ഥാനത്തുള്ള KJ അലോഷ്യസ് തന്നെയാണ് ഇത്തവണയും LDF പാനലിനെ നയിക്കുന്നത്. അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫീസിലെ ഉദ്യോഗസ്ഥനായ സിറാജുദ്ദീനാണ് വരണാധികാരി. ഇക്കുറിയും തങ്ങൾ 100% വിജയപ്രതീക്ഷയിലാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്ന് KJ അലോഷ്യസ് പറഞ്ഞു. കഴിഞ്ഞ 33 വർഷക്കാലമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ് കുളത്തൂപ്പുഴ സർവീസ് സഹകരണ ബാങ്കിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും വളരെ അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ഉള്ളത്. 23,000 അംഗങ്ങളാണ് നമ്മുടെ ബാങ്കിൽ ഇപ്പോൾ വോട്ടവകാശം വിനിയോഗിക്കുവാനായിട്ടുള്ളത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ. തെന്മല ജംഗ്ഷനിൽ ഓടയിലും പൊതുനിരത്തിലും മാലിന്യങ്ങൾ കുന്നുകൂടിയിട്ടും അധികൃതർക്ക് അനക്കമില്ല. ഓടയിലൂടെ മാലിന്യങ്ങൾ ഒഴുകിപ്പോകാത്തത് കൊതുകുകൾ പെരുകാനും സാംക്രമിക രോഗങ്ങൾക്കും കാരണമാകുന്നതായി നാട്ടുകാർ ആരോപിക്കുന്നു. തെന്മല ജംഗ്ഷനിലെ ഓടയിലൂടെ മാലിന്യങ്ങൾ ഒഴുകാത്തത് മൂലം മാലിന്യങ്ങൾ ഇവിടെ കുന്നുകൂടുകയാണ്. ഇത് കൊതുകുകൾ പെരുകാനും സാംക്രമിക രോഗങ്ങൾ വർദ്ധിക്കുന്നതിനും ഇടയാക്കുന്നുണ്ട്. ഓടയിൽ മാത്രമല്ല സമീപത്തെ റോഡരികിലുമെല്ലാം മാലിന്യങ്ങൾ കുന്നുകൂടിയിരിക്കുകയാണ്. ആരോഗ്യവകുപ്പിലും പഞ്ചായത്തിലും വിവരമറിയിച്ചെങ്കിലും യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ഇത് ആരോഗ്യവകുപ്പോ നിലവിലെ പഞ്ചായത്ത് ഭരണസമിതിയോ ഇതിന് യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല. ഇനി ഒരു മാസം കൂടെ കഴിഞ്ഞാൽ മഴയാണ്. ഇപ്പോൾ തന്നെ കൊതുകുകളുടെ ശല്യം കൊണ്ട് ഇവിടെ കൊതുക് നശിപ്പിക്കുന്ന ഒരു പുകയന്ത്രമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കേടായി കിടക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങൾ കുറേയായി. ഇത് അന്വേഷിക്കാനോ ഇതിനെക്കുറിച്ച് ആലോചിക്കാനോ ഇതുവരെ ഒരു രോഗം കൂടുകയോ ഇനി ജൂൺ വരെ ഇരിക്കുകയായിരിക്കാം ഭരണസമിതി. മദ്യക്കുപ്പികൾ ഉൾപ്പെടെയുള്ളവ ഇവിടെ മാലിന്യക്കൂമ്പാരത്തിനിടയിൽ കാണാൻ സാധിക്കും. എന്നാലും അധികൃതർ യാതൊരു നടപടിയും ഇതുവരെ സ്വീകരിച്ചിട്ടില്ലത്രേ. എന്നാൽ സമീപത്തെ കടകളിൽ നിന്നുള്ള മാലിന്യങ്ങളാണ് ഓടയിലും സമീപത്തെ റോഡരികിലും കൂടുതലായി നിക്ഷേപിക്കുന്നത്. അനധികൃത കടകളിൽ നിന്നുള്ള മാലിന്യങ്ങളാണ് ഏറെയും റോഡരികിൽ കാണാൻ കഴിയുക. ഓടയിലൂടെയുള്ള വെള്ളമൊഴുക്ക് നിലച്ചതാണ് ഓടയിൽ മാലിന്യങ്ങൾ കെട്ടിക്കിടക്കാൻ കാരണം. എന്നാൽ ഇവ വൃത്തിയാക്കി മാലിന്യങ്ങൾ ഓടയിലൂടെ ഒഴുകിപ്പോകുന്നതിനുള്ള സൌകര്യമൊരുക്കാൻ അധികൃതർ ഇനിയും തയ്യാറായിട്ടില്ല. തെന്മലയിലെ മാലിന്യ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണണമെന്ന ആവശ്യം ശക്തമാകുന്നു. ന്യൂസ് ബ്യൂറോ, തെന്മല. തെന്മല റെയിൽവേ സ്റ്റേഷൻ കെട്ടിടത്തോട് അധികൃതർക്ക് അനാസ്ഥയെന്ന് പരാതി. ടൂറിസം മേഖലയെന്ന യാതൊരു പരിഗണനയും റെയിൽവേ സ്റ്റേഷൻ കെട്ടിടത്തോട് അധികൃതർ കാട്ടിയില്ലെന്നാണ് പരാതി ഉയരുന്നത്. ഗേജ് മാറ്റം പൂർത്തിയാകുന്നതോടെ ടൂറിസം മേഖലയായ തെന്മലയിലെ റെയിൽവേ സ്റ്റേഷൻ ഏറെ പ്രാധാന്യമർഹിക്കും. എന്നാൽ റെയിൽവേ സ്റ്റേഷന്റെ നിർമ്മാണത്തിൽ തെന്മല റെയിൽവേ സ്റ്റേഷൻ കെട്ടിടത്തോട് റെയിൽവേ അധികൃതർ അവഗണന കാട്ടുകയായിരുന്നുവെന്നാണ് ഉയരുന്ന പരാതി. പാസഞ്ചർ ഷെഡിന് വേണ്ടത്ര വലിപ്പമില്ലാത്തത് ടിക്കറ്റ് കൌണ്ടറിന്റെ പ്രവർത്തനത്തെയും ഏറെ ബാധിക്കുമെന്ന് പൊതുജനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. തെന്മല റെയിൽവേ സ്റ്റേഷൻ ഇപ്പോഴും അവഗണനയുടെ മുമ്പിൽ തന്നെയാണ് നിൽക്കുന്നത്. കാരണം ഈ ബിൽഡിങ്ങിനകത്ത് പാസഞ്ചർ ഷെഡ് നിങ്ങൾ കയറുന്ന നോക്കിയാൽ ഒരു 25 പേർക്ക് കൂടുതൽ നിൽക്കാനുള്ള സൗകര്യം ഇതിനകത്തില്ല. മാത്രമല്ല അതിനകത്ത് 2 ടിക്കറ്റ് കൗണ്ടറുണ്ട്. ഈ ടിക്കറ്റ് കൗണ്ടറിൽ ടിക്കറ്റ് എടുക്കാൻ വരുന്ന യാത്രക്കാർ ക്യൂ നിന്ന് കഴിഞ്ഞാൽ ട്രെയിനിൽ വരാൻ വരുന്ന യാത്രക്കാരും ട്രെയിനിൽ വന്ന് ഇറങ്ങിപ്പോകുന്ന യാത്രക്കാരും മഴ പെയ്താൽ അതിനകത്ത് കയറി നിൽക്കാനുള്ള സൗകര്യമില്ല. അപ്പോൾ പാസഞ്ചർ ഷെഡിന്റെ പരിമിതി വളരെ കുറവാണ്. മാത്രമല്ല അപ്പർ ക്ലാസ്സിനുള്ള വിശ്രമ സ്ഥലവും ശൌചാലയവും ഇവിടെ ഒരുക്കിയിട്ടില്ലത്രേ. മേൽവകുപ്പ് യാത്രക്കാർക്കുള്ള വിശ്രമ സ്ഥലമായിട്ടുള്ള റൂം ഇതിനകത്തില്ല. അപ്പർ ക്ലാസ് വെയിറ്റ്. അതിലും ഉപരി ഈ വരുന്ന യാത്രക്കാർക്ക് മലമൂത്ര വിസർജനം ചെയ്യാനുള്ള സൗകര്യങ്ങളും ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല. അപ്പോൾ അവഗണനയാണ് ഇപ്പോഴും തെന്മല റെയിൽവേ സ്റ്റേഷൻ ബിൽഡിങ്ങിനുള്ളതെന്നുള്ളതാണ് ഇവിടുത്തെ പൊതുജനങ്ങളുടെ ഇടയിൽ എനിക്ക് പറയാനുള്ളത്. കഴുതുരുട്ടി, ഇടമൺ റെയിൽവേ സ്റ്റേഷനുകളെ അപേക്ഷിച്ച് ഏറെ പരിമിതികളോടുകൂടിയാണ് തെന്മല റെയിൽവേ സ്റ്റേഷൻ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നതെന്നും ആരോപണമുയരുന്നു. ടൂറിസം മേഖലയായ തെന്മലയിൽ ഗേജ് മാറ്റം പൂർത്തിയാകുന്നതോടെ നിരവധി സഞ്ചാരികളെത്തും. ഇതുകൂടി കണക്കിലെടുത്ത് ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന തരത്തിൽ മനോഹരമായ കെട്ടിടമായിരുന്നു ഇവിടെ നിർമ്മിക്കേണ്ടതെന്നും പൊതുജനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. ആകർഷകമായ കെട്ടിടം നിർമ്മിക്കേണ്ടുന്നതിന് പകരം ദീർഘവീക്ഷണമില്ലാത്ത നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇവിടെ നടന്നതെന്നും ആരോപണമുയരുന്നുണ്ട്. എക്കോ ടൂറിസം മേഖലയാകുന്ന തെന്മലയിൽ മനോഹരമായ ഒരു ബിൽഡിംഗ് തീർക്കുന്നതിൽ ഉപരി ഉദ്യോഗസ്ഥന്മാർ അവഗണിക്കപ്പെട്ടുകൊണ്ട് അവരുടെ ഇംഗിതത്തിനനുസരിച്ചുള്ള ഒരു ബിൽഡിംഗാണ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. അത് പൊതുജനങ്ങളുടെ ഇടയിൽ അതിന് അമർഷമുണ്ട്. ന്യൂസ് ബ്യൂറോ, തെന്മല. കുളത്തൂപ്പുഴ ക്ഷേത്ര മൈതാനത്ത് മാലിന്യങ്ങൾ കുന്നുകൂടിയിട്ടും അധികൃതർക്ക് അനക്കമില്ല. പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ ഏറെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്കും കാരണമാകുന്നുണ്ട്. പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ കൊണ്ട് കുന്നുകൂടിയിരിക്കുകയാണ് കുളത്തൂപ്പുഴ ധർമ്മശാസ്ത്ര ക്ഷേത്ര മൈതാനം. ഏറെ പ്രസിദ്ധവും ഉയർന്ന വിശ്വാസവും നിലനിൽക്കുന്ന
തിരുമക്കൽ എന്നറിയപ്പെടുന്ന മീനുകളുടെ ആവാസ വ്യവസ്ഥയെയും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ബാധിക്കുന്നു. തിരുമക്കൾക്കുള്ള ഭക്ഷണം പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞ് നൽകുന്നതാണ് ഏറെയും പ്ലാസ്റ്റിക് മാലിന്യം ക്ഷേത്ര പരിസരത്ത് രൂക്ഷമാകാൻ കാരണം. തിരുമക്കൾക്കുള്ള ഭക്ഷണം പ്ലാസ്റ്റിക് ഒഴിവാക്കി പേപ്പർ പൊതിഞ്ഞ് നൽകണമെന്ന ആവശ്യവും ശക്തമാകുന്നുണ്ട്. പ്ലാസ്റ്റിക് മാലിന്യം ക്ഷേത്ര മൈതാനത്ത് കുന്നുകൂടിയിട്ടും ദേവസ്വം ബോർഡ് അധികൃതർക്ക് യാതൊരു അനക്കവുമില്ല. ഹിന്ദു സംഘടനകളും ഇതിനെതിരെ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. മീനുകളുടെ ആവാസ വ്യവസ്ഥയെയും പൊതുജനങ്ങളെയും ഒരുപോലെ ബാധിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ക്ഷേത്ര പരിസരത്ത് നിന്നും ഒഴിവാക്കാൻ ക്ഷേത്ര ഉപദേശക സമിതിയും ദേവസ്വം ബോർഡും അടിയന്തരമായി ഇടപെടണമെന്ന ആവശ്യവും ശക്തമാകുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ഷോറൂം വിജയകൃഷ്ണ ജുവല്ലേഴ്സ്, കൊട്ടാരക്കര, പുനലൂർ, ചടയമംഗലം. അഞ്ചൽ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ ആതുര സേവനത്തിന്റെ 62ാം വർഷത്തിളക്കത്തിൽ. ചികിത്സ തേടി ഇനി ദൂരേക്ക് പോകേണ്ടതില്ല. മൾട്ടി സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗത്തിലുള്ള എല്ലാത്തരം രോഗങ്ങൾക്കും പ്രതിവിധി നൽകുന്നു. ഡയാലിസിസ് യൂണിറ്റ്, ബ്ലഡ് ബാങ്ക്, ക്ലിനിക്കൽ ലാബ്, ന്യൂറോ ICU, കാർഡിയക് ICU, സർജിക്കൽ ICU മുതലായ നൂതന സൗകര്യങ്ങളോടുകൂടിയ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ അഞ്ചലിന്റെ ഹൃദയഭാഗത്തായി ശോഭിക്കുന്നു. പി ചന്ദ്രശേഖരൻ നായർ, ഹാർഡ്വെയർ മർച്ചന്റ്, കാരുണ്യ മാർബിൾസ്, ഗ്രാനൈറ്റ്സ് ആൻഡ് വെട്രിഫൈഡ് ടൈൽസ്, കല്ലുംകടവ്, പത്തനാപുരം. ഫോൺ 0475-235-2698. പത്തനാപുരത്തും സമീപ പ്രദേശങ്ങളിലുമുള്ള ജനങ്ങളെ സംതൃപ്തരാക്കിക്കൊണ്ട് ഞങ്ങൾ 24 വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. ഒരു വീടിനാവശ്യമായ എല്ലാവിധ സാധനങ്ങളും മിതമായ വിലയ്ക്ക് നൽകുന്ന പത്തനാപുരത്തെ ഏക സ്ഥാപനം പി ചന്ദ്രശേഖരൻ നായർ, ഹാർഡ്വെയർ മർച്ചന്റ്. പരിമിതമായ സീറ്റുകളോട് കൂടി പുനലൂർ ഫാത്തിമ പബ്ലിക് സ്കൂളിൽ ഈ വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഞങ്ങളുടെ പ്രത്യേകതകൾ: ഡൊണേഷൻ ഇല്ല, മിതമായ ഫീസ്, തികഞ്ഞ അച്ചടക്കത്തിലൂടെ മൂല്യാധിഷ്ഠിത പഠനം, വിദേശത്തും സ്വദേശത്തും പരിചയം നേടിയ അധ്യാപകർ നയിക്കുന്ന ക്ലാസുകൾ, കമ്പ്യൂട്ടർ, സ്മാർട്ട് ക്ലാസ്, നവീകരിച്ച കിഡ്സ് കോർണർ, പരിസ്ഥിതി സൗഹൃദ വിദ്യാലയം, റെഡ് ക്രോസ്, ഡാൻസ്, കരാട്ടെ, കൌൺസിലിംഗ് ക്ലാസ്, നേതൃപരിശീലന ക്യാമ്പുകൾ, മുതിർന്ന പെൺകുട്ടികളുടെ സുരക്ഷയ്ക്കായി മാതൃസമിതി, പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്കായി റെമഡിയൽ ക്ലാസ് എന്നിവ ഞങ്ങളുടെ മാത്രം പ്രത്യേകതകളാകുന്നു. കൃഷി വികസന പദ്ധതികൾ, ചെസ്, ക്യാരംസ്, റോളർ സ്കേറ്റിംഗ്, ഫുട്ബോൾ, ക്രിക്കറ്റ്, ബാഡ്മിന്റൺ തുടങ്ങി ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ ഗെയിം ഫെസിലിറ്റീസ്, ലാബ്, ലൈബ്രറി ഫെസിലിറ്റീസ്, ബസ് ഫെസിലിറ്റീസ് എന്നിവ ലഭ്യമാണ്. അറബി ഭാഷാ പഠനമുള്ള പുനലൂരിലെ ഏക CBSE വിദ്യാലയം ഫാത്തിമ പബ്ലിക് സ്കൂളിൽ ചേർത്ത് നിങ്ങളുടെ കുട്ടികളുടെ ഭാവി ഉറപ്പാക്കൂ. ഫാത്തിമ പബ്ലിക് സ്കൂൾ, പുനലൂർ. പുനലൂർ താലൂക്ക് ലൈബ്രറി കൌൺസിലിന്റെ നേതൃത്വത്തിൽ ഏരൂരിൽ ദ്വിദിന സഹവാസ ക്യാമ്പ് സംഘടിപ്പിച്ചു. ജില്ലാ ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് PK ഗോപൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. കുട്ടികളിലെ സാമൂഹികവും സാംസ്കാരികവുമായ ഉന്നമനം ലക്ഷ്യമാക്കി പുനലൂർ താലൂക്ക് ലൈബ്രറി കൌൺസിലിന്റെ നേതൃത്വത്തിൽ 10 മുതൽ 15 വയസ്സുവരെയുള്ള കുട്ടികൾക്കായി ദ്വിദിന സഹവാസ ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്യാമ്പ് ജില്ലാ ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് ഡോക്ടർ PK ഗോപൻ ഉദ്ഘാടനം ചെയ്തു. സ്റ്റേറ്റ് ലൈബ്രറി കൌൺസിൽ അംഗം M സലീം അധ്യക്ഷനായി. ഏരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി, വൈസ് പ്രസിഡന്റ് S സന്തോഷ്, താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കാസ്ലസ് ജൂനിയർ, സെക്രട്ടറി പ്രൊഫസർ P കൃഷ്ണൻകുട്ടി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം G ശ്രീധരൻപിള്ള, N ഷാജി, ലെനു ജമാൽ, ഗ്രാമപഞ്ചായത്ത് അംഗം സുഷ ഷിബു, സ്കൂൾ PTA പ്രസിഡന്റ് S സുദേവൻ തുടങ്ങിയവർ സംസാരിച്ചു. സഹവാസ ക്യാമ്പിൽ കുട്ടികളും മന്ത്രി അഡ്വക്കേറ്റ് K രാജുവുമായി സംവാദവും നടന്നു. വനം അല്ലെങ്കിൽ പർവ്വതം അല്ലെങ്കിൽ നമ്മുടെ കിഴക്കൻ പ്രദേശം, ഈ വനം അവിടെയുള്ള അതിനെല്ലാം കൂടെ ചേർത്ത് ആ മേഖല എല്ലാം കൂടെ ചേർത്ത് പശ്ചിമഘട്ടം എന്ന് പറയും. ആ മേഖല സംരക്ഷിക്കേണ്ടത് ഈ ഭൂമി, ഈ പ്രകൃതി എല്ലാം നിലനിൽക്കേണ്ടതിന്റെ ആവശ്യം. അവിടെ നിന്ന് നദികളുള്ളത് മാത്രമാണ് ഈ വൃക്ഷങ്ങൾ, വനത്തിനകത്തുള്ള വൃക്ഷങ്ങൾ. ആ വൃക്ഷങ്ങളാണ് നമുക്ക് ഓരോ നിമിഷവും എന്ത് വേണം, മൂക്കിലൂടെ ഇവിടെ ശ്വസിക്കുന്നില്ലേ ജീവവായു, ഓക്സിജൻ. ജീവവായു ശ്വസിക്കുന്നുണ്ടോ? ഉണ്ടോ? ശ്വസിച്ചില്ലെങ്കിൽ എന്ത് പറ്റും? ജീവവായു ശ്വസിക്കാൻ കിട്ടിയില്ലെങ്കിൽ എന്ത് പറ്റും? സംഗതി ചത്തുപോകും.
വായനയുടെ സ്വർഗം എന്ന വിഷയത്തെ ആസ്പദമാക്കി പ്രൊഫസർ പി കൃഷ്ണൻകുട്ടി, ബാലവേദി പ്രവർത്തനങ്ങളെക്കുറിച്ച് ബി ഭദ്രൻ, കുട്ടികളും രോഗപ്രതിരോധവും എന്ന വിഷയത്തിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ബി ശശികുമാരി എന്നിവരും ക്ലാസുകൾ നയിച്ചു. ലൈവ് വാർത്ത പുനലൂർ. ഇടമൺ 34 തുമ്പിക്കുന്നത്ത് ശ്രീ ഭദ്രാദേവി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാകർമ്മ ചടങ്ങുകൾ മെയ് 2 മുതൽ ആരംഭിക്കും. വിഗ്രഹം വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര ബുധനാഴ്ച നടക്കും. ക്ഷേത്രം തന്ത്രി ഇടമുളയ്ക്കൽ മരുതമംഗലത്തെ മഠത്തിൽ ബ്രഹ്മശ്രീ കൃഷ്ണശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് പ്രതിഷ്ഠാകർമ്മം നടക്കുന്നത്. ബുധനാഴ്ച രാവിലെ 6-ന് ഗണപതി ഹോമം, വിഷ്ണു പൂജ, ബ്രാഹ്മണദാനം, രാവിലെ 7-ന് വിഗ്രഹം വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര ആര്യങ്കാവ് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച് ഇടപ്പാളയം ശ്രീ ഷൺമുഖ ക്ഷേത്രത്തിൽ എത്തിച്ചേരും. അവിടെ നിന്ന് ഒറ്റയ്ക്കൽ ശ്രീ ശങ്കരനാരായണ സ്വാമി ക്ഷേത്രത്തിൽ എത്തുകയും തുടർന്ന് ഉറുകുന്ന് ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ എത്തിച്ചേരുകയും ചെയ്യും. 11:30-ന് ഘോഷയാത്ര ഇടമൺ 34 ആർ ശങ്കർ മെമ്മോറിയൽ ഗുരുമന്ദിരത്തിൽ എത്തിച്ചേരും. ഉച്ചയ്ക്ക് 12:30-ന് ഇടമൺ ആയിരവില്ലി മഹാദേവ ക്ഷേത്രത്തിൽ എത്തുന്ന ഘോഷയാത്ര ഉച്ചകഴിഞ്ഞ് 3-ന് പുറപ്പെട്ട് ഇടമൺ ഷൺമുഖ ക്ഷേത്രത്തിൽ വൈകുന്നേരം 4-ന് എത്തിച്ചേരും. അവിടെ നിന്നാണ് തുമ്പിക്കുന്നത്തെ ഭഗവതി ക്ഷേത്രത്തിൽ ഘോഷയാത്ര എത്തുന്നത്. മെയ് 8-ന് രാവിലെ 11:45-നും 12-നും മധ്യേയുള്ള ശുഭമുഹൂർത്തത്തിൽ പ്രതിഷ്ഠാകർമ്മവും നടക്കും. പ്രതിഷ്ഠാകർമ്മങ്ങൾക്ക് ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് ആർ അശോക് കുമാർ, സെക്രട്ടറി എസ് ഗോപാലകൃഷ്ണൻ, ഖജാൻജി എൻ ഉദയകുമാർ, ഉത്സവ കമ്മിറ്റി കൺവീനർ ഇടമൺ ആർ സുമേഷ് എന്നിവർ നേതൃത്വം നൽകും. ന്യൂസ് ബ്യൂറോ, തെന്മല. അഞ്ചൽ ജനമൈത്രി പോലീസിന്റെയും പുനലൂർ ഫയർ ആൻഡ് റെസ്ക്യൂ യൂണിറ്റിന്റെയും നേതൃത്വത്തിൽ കുട്ടികൾക്കായി സൗജന്യ നീന്തൽ പരിശീലനം സംഘടിപ്പിച്ചു. പരിശീലന പരിപാടി പുനലൂർ ASP കാർത്തികേയൻ ഗോകുലചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പനയഞ്ചേരി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രകുളത്തിലെ പ്രത്യേകം തയ്യാറാക്കിയ ഭാഗത്താണ് പരിശീലനം നൽകുന്നത്. കഴിഞ്ഞ ദിവസം നടന്ന ചടങ്ങ് പുനലൂർ ASP ഡോക്ടർ കാർത്തികേയൻ ഗോകുൽചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കേരള ജനമൈത്രി പോലീസ് ഇതുപോലെ പ്രോഗ്രാമെല്ലാം ചെയ്യുന്നുണ്ട്. അത് നല്ല ഒരു വിശേഷം, നല്ല ഒരു ഇതാണ്, ഓപ്പർച്യൂണിറ്റിയാണ് ഇവർക്കെല്ലാം. അതേപോലെ വേറെ സംസ്ഥാനത്തെ പോലീസുടെ കോൺട്രിബ്യൂഷൻ നമ്മുടെ സൊസൈറ്റി ഡെവലപ്മെന്റ് ചെയ്യാൻ വേണ്ടി അതുപോലെ കോൺട്രിബ്യൂഷൻ ഇരിക്കുന്നത്. ഇവിടെ ഒരു നല്ല ഒരു നമ്മുടെ പോലീസ് ഒരു ഇതുപോലെ കാര്യങ്ങളെല്ലാം ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്കെല്ലാം ഇത് ഉപകാരമായിട്ട് വെക്കും. നിങ്ങളെല്ലാം ഇത് കൂടുതലായിട്ട് സമയം സ്വിമ്മിങ് അതേപോലെ ഫിസിക്കൽ ആക്ടിവിറ്റിയിലെ സമയം ഉപയോഗിച്ച് ചെയ്താലേ നിങ്ങൾക്ക് ശാരീരികമായിട്ട്. അഞ്ചൽ സർക്കിൾ ഇൻസ്പെക്ടർ A അഭിലാഷ് അധ്യക്ഷനായി. അഞ്ചൽ SI PS രാജേഷ്, ജില്ലാ പഞ്ചായത്ത് അംഗം KC ബിനു, പുനലൂർ ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ ഓഫീസർ R ഷിജു, SI ബെന്നി ലാലു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഗിരിജ മുരളി, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ M മണിക്കുട്ടൻ, V സുനിതകുമാരി, ദേവസ്വം സബ് ഗ്രൂപ്പ് ഓഫീസർ J ജയപ്രകാശ്, ക്ഷേത്രോപദേശക സമിതി പ്രസിഡന്റ് S ഉല്ലാസ് ബാബു, ജനമൈത്രി CRO KC സാജു എന്നിവർ സംസാരിച്ചു. മുൻ CASF സെൻട്രൽ ടീം നീന്തൽ താരം B സേതുനാഥിന്റെ നേതൃത്വത്തിൽ 10ഓളം പേരടങ്ങുന്ന ടീമാണ് പരിശീലനത്തിന് നേതൃത്വം നൽകുന്നത്. 10 വയസ്സിന് മുകളിൽ പ്രായമുള്ള 55 ആൺകുട്ടികളാണ് പരിശീലനം നടത്തുന്നത്. 10-ന് വൈകുന്നേരം നടക്കുന്ന ചടങ്ങോടെ പരിശീലന പരിപാടി സമാപിക്കും. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ബാലസംഘം വേനൽത്തുമ്പി കലാജാഥയ്ക്ക് തെന്മലയിൽ സ്വീകരണം നൽകി. ഏപ്രിൽ 29-ന് ആരംഭിച്ച കലാജാഥ മെയ് 4-ന് സമാപിക്കും. ബാലസംഘം പുനലൂർ പത്തനാപുരം ഏരിയ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഏപ്രിൽ 29-നാണ് വേനൽത്തുമ്പി കലാജാഥ ആരംഭിച്ചത്. പുനലൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചൊവ്വാഴ്ച കഴുതുരുട്ടിയിൽ നിന്നും ആരംഭിച്ച വേനൽത്തുമ്പി കലാജാഥ വൈകിട്ട് ഇടമണ്ണിൽ സമാപിച്ചു. കലാജാഥയുടെ തെന്മലയിൽ നടന്ന സ്വീകരണ യോഗത്തിന് CPM നേതാക്കളായ S ബിജു, VS മണി, R സുരേഷ്, G സന്തോഷ്, R ശ്രീനിവാസൻ, സുജാത, അംഗൻവാടി ടീച്ചർമാരായ ലൈല ബീവി, സൂസമ്മ എന്നിവർ നേതൃത്വം നൽകി. ചൊവ്വാഴ്ച വൈകിട്ട് ഡാം മൈതാനിയിലായിരുന്നു സ്വീകരണം. കുട്ടികളുടെ മാനസിക ശാരീരിക ഉല്ലാസം വർദ്ധിപ്പിക്കുക, സാമൂഹിക സാംസ്കാരിക ബോധം വർദ്ധിപ്പിക്കുക എന്നീ ഉദ്ദേശങ്ങളോടെയാണ് വേനൽത്തുമ്പി കലാജാഥ സംഘടിപ്പിച്ചിരിക്കുന്നത്. ആട്ടവും പാട്ടുമായി വൻ ആവേശത്തോടെയാണ് കുട്ടികൾ വേനൽത്തുമ്പി കലാജാഥയെ സ്വീകരിച്ചത്. ന്യൂസ് ബ്യൂറോ, തെന്മല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. KSRTC ജീവനക്കാരുടെ സമരത്തെ തുടർന്ന് സർവീസുകൾ നിലച്ചു. പുനലൂരിൽ നിന്ന് ചൊവ്വാഴ്ച നടത്തിയത് 2 സർവീസുകൾ. കുളത്തൂപ്പുഴ സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പ് മെയ് 14-ന്. വിജയപ്രതീക്ഷയിൽ മുന്നണികൾ. തെന്മല റെയിൽവേ സ്റ്റേഷൻ കെട്ടിടത്തോട് അവഗണനയെന്ന് പരാതി. ടൂറിസം മേഖലയെന്ന പരിഗണനയും നൽകുന്നില്ല. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും livevarta.com സന്ദർശിക്കുക.